പ്രയാഗ്രാജ് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസയുടെ വാദങ്ങളാണോ അതോ മാതാപിതാക്കൾ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തെളിയിക്കുന്ന ആശുപത്രി രേഖകൾ പുറത്തു വന്നതോടെ കേരളത്തിൽ വെച്ച് നടന്ന വിവാഹം നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ കേസെടുക്കാനാണ് മധ്യപ്രദേശ് പോലീസിൻ്റെ തീരുമാനം. മൊണാലിസ ജനിച്ചത് 2009 ഡിസംബർ 30 ആശുപത്രി രേഖകൾ പറയുന്നത്. എന്നാൽ 2008 ജനിച്ചുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് വിവാഹ സമയം മൊണാലിസ ഹാജരാക്കിയിരുന്നത്. ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്നത് പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാകും. പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് വിവാഹമെങ്കിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനും അത് കാരണമായേക്കും. മാതാപിതാക്കൾ ഹാജരാക്കിയ ആശുപത്രി രേഖകളിൽ മൊണാലിസ ജനിച്ചത് 2009 ഡിസംബർ 30 ജനനസമയം പുലർച്ചെ 5:50. സ്ഥലം മധ്യപ്രദേശിലെ നിമാർ ജില്ലയിലുള്ള മഹേശ്വർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഇതനുസരിച്ചാണെങ്കിൽ മൊണാലിസയ്ക്ക് വിവാഹപ്രായമാകണമെങ്കിൽ ഇനിയും കുറേക്കാലം വേണ്ടിവരും. എന്നാൽ തനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്നാണ് വിവാഹത്തിനു മുമ്പും ശേഷവും മൊണാലിസ അവകാശപ്പെടുന്നത്. ഇത് തെളിയിക്കുന്ന രേഖകളും യുവതി ഹാജരാക്കിയിരുന്നു. ഈ രേഖകൾ പ്രകാരം കേസ് മാർട്ടാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2008 മൊണാലിസ ജനിച്ചെന്നാണ്. കേരളത്തിൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി മകളെ കല്യാണം കഴിപ്പിച്ചെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. तो ये बोल के भेजा वहाँ से कि आप चले जाओ, इसको तो पढ़ा लिखा के फिल्म बनाएंगे इधर. बोले कि तुम्हारे को कोई चीज का टेंशन नहीं. बोले लड़के सिर्फ पढ़े लिखे ज्ञान. मैं इधर आया तो सब मैं देख रहा हूँ मोबाइल में तो सब शादी हो गई. तो मैं इसके लिए सोचता हूँ कि कोई मेरा साथ दे, कि कोई लड़की को मेरे तक ले आए. മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയതോടെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പായി. മാതാപിതാക്കളുടെ അവകാശവാദമാണ് ശരിയെങ്കിൽ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് എടുക്കേണ്ടി വരും. വിവാഹത്തിന് നേതൃത്വം നൽകിയ CPI നേതാക്കളടക്കം വെട്ടിലാകും. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ലവ് ജിഹാദ് ആരോപണം വിവിധ സംഘടനകൾ ഏറ്റുപിടിച്ച് വൻ വിവാദമുയർത്താനും സാധ്യതയുണ്ട്. അരുമാനൂർ ശ്രീനയനാർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാസം 11 മൊണാലിസയുടെ വിവാഹം. വിഴിഞ്ഞത്ത് ഷൂട്ടിങ്ങിനായി എത്തിയതാണ് മൊണാലിസ. പിതാവ് നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ മൊണാലിസയും കാമുകനും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ആധാർ കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ എന്നിവ പോലീസിനെ കാട്ടിയതിനെ തുടർന്നാണ് വിവാഹത്തിന് വഴിയൊരുങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി A റഹീം MP എന്നിവരും വിവാഹത്തിന് പിന്തുണ അറിയിച്ചെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.